നമസ്കാരം. ചൈതന്യം വിഷുഫലം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. 2201 മേട 1 എന്ന് പറയുന്നത് 14-ാം തീയതിയാണ്. 15-ാം തീയതിയാണ് നമുക്ക് വിഷുവായിട്ട് ആ സംക്രമത്തിൻ്റെ ഇതുകൊണ്ട് വരുന്ന ദിവസം. ആ വിഷുഫലത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ, അനവധി കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് അനുകൂലമായിട്ട് വരുന്നതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഈ വിഷുഫലം പലരും ശ്രദ്ധയോടുകൂടി, താല്പര്യത്തോടുകൂടി, ആകാംക്ഷയോടുകൂടി, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. അപ്പം അതിൽ നമ്മുടെ വിശ്വാസം, നമ്മുടെ സങ്കല്പം, നമ്മുടെ ദൈവാധീനവും നമ്മുടെ താല്പര്യവും അനുസരിച്ചിട്ട് നമ്മുടെ കർമ്മം താൻ പാതി ദൈവം പാതി നമ്മൾ ചെയ്യുന്ന ഫലത്തെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾക്ക് നമുക്ക് അനുകൂല ഗുണകരമാക്കി മാറ്റാൻ സാധിക്കും. അതിൽ നോക്കുമ്പോൾ പ്രതീക്ഷയുടെ വർഷം തന്നെയാണ് ഈ വിഷുഫലം തരുന്നത്. അതോടൊപ്പം തന്നെ പല കാര്യത്തിലുമുള്ള ഉത്കണ്ഠ ശമിക്കേണ്ട കാര്യം കൂടിയാണ്. ആ ഉത്കണ്ഠ എന്ന് പറയുന്ന കാര്യം ആദ്യം പറയാം. ഇപ്പോഴും പശ്ചിമേഷ്യ യുദ്ധ സന്നാഹങ്ങൾ, കെടുതികൾ, നഷ്ടങ്ങൾ, കോട്ടങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളെ വളരെയധികം ബാധിക്കുന്നുണ്ട്. ഭാരതത്തിലുള്ള എല്ലാവരെയും ബാധിക്കുന്നുണ്ട് ഓരോ രീതിയിൽ. അത് പാചകവാതകം തുടങ്ങി പെട്രോള്, ഡീസൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ തന്നെ ആദ്യം ടച്ച് ചെയ്യും. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെ ഓൾറെഡി ഇതിപ്പോൾ അനുഭവിച്ച് കഴിഞ്ഞു കുറേ. അതോടൊപ്പം അവിടുത്തെ തൊഴിൽ മേഖലയിൽ, ബിസിനസ് മേഖലയിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം കോട്ടങ്ങൾ, നഷ്ടങ്ങൾ നികത്തി വരാനും മിനിമം ഒരു 3 മാസമെങ്കിലും, ജൂൺ ജൂലൈ മാസം വരെയെങ്കിലും അത്യധ്വാനം ചെയ്യേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പലർക്കും നിർത്തിയിട്ട് വരണോ, ഇനി ശരിയാവില്ല, വേറെ വഴി നോക്കണം. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ, മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഒക്കെ നിൽക്കുന്നവർക്ക് ആകാംക്ഷയാണ്. അതിലുപരി ഈ യുദ്ധത്തിൻ്റേതായിട്ടുള്ള ഭീഷണികൾ, ഉത്കണ്ഠ നാട്ടിലുള്ളവരെയും വല്ലാതെ പരിഭ്രമത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ള നാളുകളാണ് കടന്നുപോയത്. പക്ഷേ ഈ വിഷുഫലത്തോടു കൂടി അതിനൊക്കെ ഒരു മാറ്റം വരാനും, ലോകക്രമത്തിൽ തന്നെ ഒരു ദിശാബോധത്തോടു കൂടിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റം വരാനും, അതനുസരിച്ച് നമ്മളിൽ ഓരോരുത്തർക്കും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകാനും പറ്റുന്ന വർഷം തന്നെയാണ് ഈ വിഷുഫലത്തിൽ ആദ്യമേ പറയാനുള്ളത്. അതിൽ നക്ഷത്രങ്ങൾ ഞാൻ എടുത്ത് പറയുന്നില്ല. അതിൽ ഓരോ രാശിക്കാർ, കൂറുകാരെന്ന് തന്നെ പറയാം, മേടക്കൂറുകാർ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കോ മറ്റ് കാര്യങ്ങൾക്കോ വിദേശത്ത് പോകാൻ വേണ്ടി താല്പര്യപ്പെടുന്ന, അതിനുവേണ്ടി ശ്രമിച്ചിരിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഈശ്വരാധീനം കാണുന്നുണ്ട്. ഇടവക്കൂറുകാർക്ക് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മറ്റു തടസ്സങ്ങളൊന്നും കൂടാതെ കംപ്ലീറ്റ് ചെയ്യാനും പാർട്ട് ടൈമായിട്ട് മറ്റു ഓപ്പർച്യൂണിറ്റിയിലേക്ക് സാമ്പത്തികം കണ്ടെത്താനും പറ്റും പഠനത്തോടൊപ്പം. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഗൃഹത്തിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ പുതിയ വാഹനം ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അനുകൂലമാണ്, ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശത്രുദോഷം, മറ്റ് തരത്തിലുള്ള വിരോധം, ക്രയവിക്രയ കാര്യത്തിൽ, വസ്തു സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ
കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ തർക്കങ്ങളോ വ്യവഹാരങ്ങളോ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം പുറത്ത് വെച്ചൊരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. മാത്രവുമല്ല, ഏറ്റവും അടുത്ത സ്നേഹബന്ധങ്ങൾ ബ്രേക്കപ്പ് ആയത്, പല തെറ്റിദ്ധാരണ കൊണ്ടും ബ്രേക്കപ്പായി പോയിട്ടുള്ളത് വീണ്ടും റീസെറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് വിഷുഫലം വളരെ അനുകൂലമാണ്. നടക്കാതിരിക്കുന്ന ചില ഡീലിങ്സ്, ഇടപാടുകൾ എഗ്രിമെൻ്റ് ആവാനും മുന്നോട്ട് പോകാനും ദൈവാധീനം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തിൽ വസ്തു ഇടപാടുകളിൽ അതുമൂലം ഉണ്ടാകുന്ന നേട്ടങ്ങൾ പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. തടസ്സം നിൽക്കുന്ന കാര്യങ്ങളും നിർത്തുന്ന കാര്യങ്ങളും ചില ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന എതിർപ്പുകളും മാറി അനുകൂലമാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാർട്ട്ണർഷിപ്പ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതായത് കർക്കിടകക്കൂറ്, ചിങ്ങക്കൂറ്, ഈ കാലിൽ മെച്ചമായിട്ടുള്ള പുതുതായിട്ടുള്ള സംരംഭങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും പറ്റും. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല കയറ്റം, ഗ്രോത്ത് ഉണ്ടാകാൻ ദൈവാധീനം കാണുന്നുണ്ട്. ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട, സിൽവറുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് സംരംഭങ്ങളിൽ നിൽക്കുന്നവർക്ക് വേറൊരു രീതിയിൽ കൂടി കാര്യങ്ങൾ ബിസിനസ് പുഷ്ടിപ്പെടുത്താനുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അത് ഓൾഡ് ഗോൾഡ് വ്യവസായം, പഴയ സ്വർണത്തിൻ്റെ കൈമാറ്റം, അതുമൂലം ഉണ്ടാകുന്ന നേട്ടങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ചിങ്ങം രാശിക്കാരെയും കന്നി രാശിക്കാരെയും സംബന്ധിച്ചോളം നോക്കുമ്പോൾ ശത്രുദോഷം വളരെയധികം മുമ്പുണ്ടായിട്ടുള്ളത് ഒരു നല്ല മാറ്റത്തിലേക്ക്, വിരോധങ്ങളുടെ, എതിർപ്പുകളുടെ ഒരു ശക്തി കുറയുന്ന രീതിയിൽ ചില ഒത്തുതീർപ്പുകൾ വരാനും, ഏതെങ്കിലും തരത്തിൽ ജാമ്യ കാര്യങ്ങളിൽ നിൽക്കുന്നവർക്ക് അത് നെഗറ്റീവായിട്ട് വരാതെ കാര്യങ്ങൾ അനുകൂലമായിട്ട് വരാനും ഈശ്വരാധീനം കാണുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ വരെ മുമ്പ് കാര്യങ്ങളെ വലിച്ചടിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ള ശത്രുദോഷങ്ങൾ ഒരു പരിധിവരെ നമുക്ക് പുറത്ത് തന്നെ അത് സെറ്റിൽമെൻ്റ് ആക്കാനും അവരുടെ ഭാഗത്തു നിന്നുള്ള കാഠിന്യമായിട്ടുള്ള ഉപദ്രവം, വാശി, വൈരാഗ്യം കുറയാനും നമുക്ക് മുന്നോട്ട് പോകാൻ സുഗമമായിട്ടുള്ള വഴി തെളിയാനും ഈശ്വരാധീനം കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പിതൃപൂജകൾ മുടങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പിതൃകോപങ്ങൾ കുടുംബത്തിൽ കാണുന്നെങ്കിൽ അത് ഒഴിവാക്കി മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നോക്കുമ്പോൾ അധിക ചെലവുകൾ വരുന്ന സമയം, കന്നി രാശിക്കാരെയും തുലാം രാശിക്കാരെയും സംബന്ധിച്ചോളം നോക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അധിക ചെലവുകൾ വരുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അതൊരു സിസ്റ്റമാറ്റിക്കായിട്ട്, അക്കൗണ്ടബിലിറ്റി ആയിട്ട് നമ്മൾ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട വർഷം തന്നെയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിൽ താല്പര്യപ്പെടുന്നവർക്ക് അതിൻ്റെ എക്സാമോ, നീറ്റോ അല്ലെങ്കിൽ എൻട്രൻസോ ആവക കാര്യങ്ങൾക്ക് പോയാൽ ലക്ഷ്യത്തിലേക്ക്, വിജയത്തിലേക്ക് എത്താനും അഡ്മിഷൻ മറ്റു കാര്യങ്ങളും ഓക്കെ ആവാനും ദൈവാധീനം കാണുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, പഠനത്തിലിരിക്കണം, ടെൻഷൻ, അസ്വസ്ഥത, ഇതെല്ലാം ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ, മുന്നോട്ട് പോകാനും അതിൽ വിജയിക്കാനും സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തിന് പോരായ്മ, ബുദ്ധിമുട്ട്, എന്നെക്കൊണ്ട് പറ്റൂ ഇല്ലയോ എന്നുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ, അത് മാറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ദൈവാധീനം അനുകൂലം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ നമ്മളെയും കുടുംബത്തെയും
ഏറെ കാലമായിട്ട് ബന്ധിച്ചിരിക്കുന്നുള്ള. ബന്ധനം എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്യുക പല കാര്യങ്ങളെ. അവരുടേതായിട്ടുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ വഴിപ്പെടാത്തതിൻ്റെ വാശി, വൈരാഗ്യം എന്നുള്ളത് വേണം രത്നച്ചുരുക്കം. അത് മാറണം, കാര്യങ്ങൾ അനുകൂലമായിട്ട് വരണം. ഇതിൽ ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ പോകേണ്ട സാഹചര്യം വരെ ഈശ്വരാധീനത്താൽ തട്ടിമാറിപ്പോയി എന്നുള്ളതാണ്. ആ വക പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇനിയും നമ്മളെയോ നമ്മളെ വീട്ടിലുള്ളവരെയോ ബാധിക്കാൻ പാടില്ല. അതൊരു ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള സാഹചര്യം ഈശ്വരാധീനം കൊണ്ട് മാറിക്കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഈശ്വരാധീനം നമുക്ക് അനുകൂലമായിട്ടുണ്ട്. ആശുപത്രി ചികിത്സ, മരുന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വരാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ദൈവാധീനം ഈ വർഷക്കാലം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. കാരണം ഈ ശത്രുദോഷം എന്ന് പറയുമ്പോൾ ആഭിചാര ബന്ധനം തന്നെയാണ്. കാരണം 2 തവണ നമ്മുടെ ഗൃഹത്തിൽ രാഹു ദൃഷ്ടി ഉണ്ടായത്. പാമ്പ് വന്ന് കയറിയതിൽ ഒന്നിനെ തല്ലിക്കൊന്ന ദോഷം അത് പുറമേക്കുള്ളവർ ചെയ്താലും നമ്മളെയും ബാധിക്കും എന്നുള്ള യാഥാർത്ഥ്യം. ഇതിന് നാഗരാജ പ്രീത്യർത്ഥ കർമ്മങ്ങൾ, ആയില്യ പൂജ, സർപ്പപ്രീതി തുടങ്ങിയുള്ള പ്രായശ്ചിത്തങ്ങൾ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. അതോടൊപ്പം വിവാഹ തടസ്സങ്ങൾ കാണുന്നവർ, തുലാം രാശി, വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല ബന്ധം വരാനും ഉറയ്ക്കാനും ഈശ്വരാധീനം, പ്രത്യേകിച്ച് ഈ 3 മാസത്തിനകത്ത് നമ്മുടെ ശ്രമഫലമായിട്ട് നല്ലൊരു ബന്ധം, നമ്മുടെ കുടുംബവും നമ്മുടെ കാര്യങ്ങളും നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന നല്ലൊരു ബന്ധം നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. ഒത്തിരി പ്രപ്പോസലുകൾ വരുന്നുണ്ട്, നോക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണത്താൽ അവസാനം തട്ടിമാറിപ്പോകും. ഏജ് ഓവറായി വരുന്നു. പെൺകുട്ടികളെ സംബന്ധിച്ചോളം കൂടെ ഉള്ള എല്ലാവരുടെയും വിവാഹങ്ങളും കഴിഞ്ഞ് കുട്ടികളായി. എൻ്റെ കുഞ്ഞിനെന്താ ഒരു വിവാഹം? ആ തരത്തിൽ ദുഃഖിച്ചിരിക്കുന്ന കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ബന്ധം വരാനും ഉറയ്ക്കാനും പ്രത്യേകിച്ച് ചിങ്ങമാസത്തിനകത്ത് തന്നെ ഈശ്വരാധീനം കാണുന്നുണ്ട്. അതുപോലെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രപ്പോസലുകൾ പലതും വന്ന് പെണ്ണ് കാണാൻ വരെ പോയിട്ടും അവസാനം എന്തെങ്കിലും കാരണത്താൽ തെറ്റിപ്പോകുന്ന സ്ഥിതി. ചിലപ്പോൾ കല്യാണമേ ഇനി വേണ്ട എന്നവരെ തോന്നിപ്പോകുന്ന അവസ്ഥ. അതെല്ലാം മാറിയിട്ട് ശരിയായിട്ടുള്ളൊരു നല്ലൊരു കുടുംബ പാർട്ട്ണർ വന്നു ചേരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. ഇവിടെ ശിവൻ്റെ അമ്പലത്തിൽ 11 തിങ്കളാഴ്ച ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് ഉചിതമാണ്. ഈ 11 തിങ്കളാഴ്ചക്കകത്ത് തന്നെ ഈ പറഞ്ഞ പ്രപ്പോസൽ കാര്യങ്ങൾ വരാനും ഉറയ്ക്കാനും ഈശ്വരാധീനം തുണയാകും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2ാം വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക്, ആദ്യത്തെ ഡിവോഴ്സായി അല്ലെങ്കിൽ ലീഗലായിട്ട് മരണപ്പെട്ടു ആ തരത്തിൽ നിൽക്കുന്ന 2ാമൊരു ബന്ധം ആഗ്രഹിക്കുന്നു, പലതും നോക്കുന്നു, അങ്ങോട്ട് ഒന്നും ശരിയാകുന്നില്ല. ശരിയായിട്ടുള്ളൊരു ബന്ധം വരാനും ഉറയ്ക്കാനും ദൈവാധീനം അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളിൽ ജാമ്യ വ്യവസ്ഥയിൽ നമ്മൾ കയ്യൊപ്പിട്ടതിൻ്റെ പേരിലുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ബാങ്കിൻ്റെ നോട്ടീസ്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പോംവഴി കണ്ടെത്താനും കാര്യങ്ങൾ അതിൽ നിന്നൊരു മോചനം ഉണ്ടാകാനും ദൈവാധീനം കാണുന്നുണ്ട്. ഇവിടെ ഗൃഹത്തിൽ പലതരത്തിലുള്ള നെഗറ്റീവ്സ് കാണുന്നുണ്ട്. അത് ആ ഗൃഹാന്തരീക്ഷത്തിൽ വാസ്തുകർമ്മം, വാസ്തുപൂജ, വാസ്തുബലി ഇത് ചെയ്ത് കറക്റ്റ് ചെയ്യണം. നിരന്തരം ചില്ലുടയുക, അഗ്നിദോഷം ഉണ്ടാകുക, കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ അരി വടിക്കുമ്പോൾ ഈ തരത്തിൽ അഗ്നിദോഷങ്ങൾ ഉണ്ടാകുക, പെറ്റുകൾ നശിക്കുക, വളർത്തു മൃഗങ്ങൾ, നമ്മൾ ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങൾ ചത്തുപോവുക, ഇതൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. പാവക ദോഷങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി ഗൃഹത്തിൽ അതോടൊപ്പം വാസ്തുവിൻ്റെ ഏതെങ്കിലും കോട്ടങ്ങളോ ദോഷങ്ങളോ ഉണ്ടെങ്കിൽ അതും കൂടെ തീർക്കാൻ വാസ്തുപൂജ ഗൃഹത്തിൽ ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ധനുരാശി, മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുഫലം സൂചിപ്പിക്കുന്നത് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. അത് പോകുന്ന കാലഹോര ഒന്ന് ശ്രദ്ധിച്ച് ശുക്രൻ്റെയോ ഗുരുവിൻ്റെയോ കാലഹോര പ്രധാന യാത്രകൾക്ക് തിരഞ്ഞെടുക്കുന്നത് ഉചിതമാണ്. മറ്റ് തടസ്സങ്ങളൊന്നും വരാതെ കാര്യങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്താൻ ഈശ്വരാധീനം സഹായിക്കും.
ഇവിടെ കേതുവിൻ്റെയും ശനിയുടെയും മൗഢ്യപാപ ദൃഷ്ടിദോഷങ്ങൾ ഈ വർഷം നമ്മളെ പിന്തുടരുന്നുണ്ട്. അതുമൂലം ഉണ്ടാകുന്ന ചില കോട്ടങ്ങളും നഷ്ടങ്ങളും നമ്മൾ ഒരു പരിധിവരെ ഒഴിവാക്കിയെടുക്കണം. അധിക ചെലവുകൾ എന്നുള്ളത് തന്നെയാണ് പലരുടെയും ധാരണ. ബാങ്കിലും പെട്ടിയിലും ഉണ്ട് ഇതൊക്കെ അഭിനയിക്കുക എന്നുള്ളത്. നമ്മുടെ അവസ്ഥ പലിശ കൊടുക്കേണ്ട സ്ഥിതിയും പണയം വെക്കേണ്ട അവസ്ഥയായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് ലെവലിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. ഒരു രണ്ട് കരയ്ക്ക് ഒന്ന് എത്താൻ വേണ്ടി ശ്രമിക്കും, വീണ്ടും വെള്ളത്തിലാകുന്ന സ്ഥിതി എന്ന് പറയാം. അതിലെ ഒരു മാറ്റം ഉണ്ടാകുന്നത് എന്തുകൊണ്ടും ഈ വർഷം നമുക്ക് തുണയാണ്. എക്സ്ട്രാ ആയിട്ടുള്ള ബിസിനസ്സോ അല്ലെങ്കിൽ പാർട്ട് ടൈമായിട്ട് ജോലിയോ കൂടി നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് ശ്രമിച്ചാൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് അനുകൂലമായിട്ട് വരാനും വിജയിക്കാനും ബാധ്യതകൾ നമുക്ക് ഒഴിവാക്കി ഈ വർഷം മനസ്വതന്ത്രമാകാൻ പറ്റുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. മകരവും കുംഭവും രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൊള്ളാം. പ്രത്യേകിച്ച് കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി വരാനും നമ്മുടെ കഴിവ് വിജയിക്കാനും തെളിയിക്കാനും ദൈവാധീനം തുണയായിട്ട് കാണുന്നുണ്ട്. പാട്ടായിരുന്നാലും നൃത്തമായിരുന്നാലും അഭിനയമായിരുന്നാലും ഡയറക്ഷൻ ആയിരുന്നാലും വാദ്യ ഉപകരണങ്ങളിലായിരുന്നാലും ഡ്രോയിങ് ആയിരുന്നാലും സംഗീതമായിരുന്നു, ഏത് കാര്യത്തിലും കലാപരമായിട്ടുള്ള മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി വരാനും അതിൽ തിളങ്ങാനും ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അഫെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ, തെറ്റിദ്ധാരണ ഉണ്ടാകാൻ, ബന്ധങ്ങൾ മുറിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അത് പുറത്തുള്ള ചില ആൾക്കാരുടെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ ബലിയാടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ശ്രദ്ധയും ക്ഷമയും നമുക്ക് ഈ സമയത്തുണ്ടായാൽ ചില ബന്ധങ്ങൾ നമുക്ക് മുറിഞ്ഞു പോകും. അത് കരുതൽ വേണം. ഇവിടെ ആഗ്രഹ നിവൃത്തി വരാതെ ദുർമരണപ്പെട്ട ആത്മാക്കളുടെ ശാപപാപ ബന്ധന ദോഷങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ലക്ഷ്മീനാരായണ പൂജ ഗൃഹത്തിൽ ചെയ്യുകയോ അല്ലെങ്കിൽ തിലഹോമം ചെയ്ത് പ്രായശ്ചിത്ത ഉപചാര സമർപ്പണം ചെയ്യുകയോ നല്ലതാണ്. ത്രിഭൂഷണ സമർപ്പണം ചെയ്യുന്നതും ഉചിതമാണ്. അതിൽ ചന്ദ്രക്കല, വെള്ളിയിലെ ചന്ദ്രക്കല ശിവഭഗവാൻ നടയ്ക്കും, താലി ഭഗവതീൻ്റെ നടയ്ക്കും, നാമം പുട്ട് കൃഷ്ണസ്വാമിയുടെ നടയ്ക്കും വെച്ച് ഉപചാര സമർപ്പണം ചെയ്തത് അല്ലെങ്കിൽ ചെയ്യാനെന്ന് വളരെ വളരെ ഗുണം ചെയ്യും. ആവക പിതൃകോപ ദോഷബന്ധനങ്ങൾ നമുക്കോ നമ്മുടെ തലമുറയോ ബാധിക്കാതെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും. കുംഭവും മീനവും രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ വിഷുഫലം സൂചിപ്പിക്കുന്നത് പ്രാദേശികമായിട്ടുള്ള ചില മത്സരങ്ങൾ വരുന്നതിൽ നമുക്ക് മുൻഗണന കിട്ടും. നമ്മളോടൊപ്പം നിൽക്കുന്ന പല ആൾക്കാരും നമ്മളോടൊപ്പം സഹകരിച്ച് നമുക്ക് സപ്പോർട്ടായിട്ട് മുന്നോട്ട് പോകാനുള്ള ദൈവാധീനം കാണുന്നുണ്ട്. തൊഴിൽ മേഖലയിൽ ചില ചലഞ്ചസ് വരാനുണ്ട്. സസ്പെൻഷൻ, ട്രാൻസ്ഫർ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഷോക്കേഴ്സ് നോട്ടീസ് അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റ് ബാറിങ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ, അവിടുത്തെ പൊളിറ്റിക്സ് ചില കോക്കസിൻ്റെ കളി കാരണം നമ്മളെ ബലിയാടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കരുതലും ശ്രദ്ധയും വേണം, ക്ഷമയും വേണം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. അത് വിദേശത്ത് പോകുന്നവർക്കായിരുന്നാലും അതിൽ നേട്ടവും ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താനും ഈശ്വരാധീനം കാണുന്നുണ്ട്. സ്വന്തക്കാർ വഴി വരുന്ന വിവാഹ പ്രപ്പോസലുകൾ നല്ല രീതിയിൽ പൊരുത്തം നോക്കി പാപത്വ ചേർച്ച അനുകൂലമുണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ സന്താന ഭാഗ്യം വളരെയധികം ഡിലേ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അത് കഴിയുന്നത് ഒഴിവാക്കുന്നതാണ് ഉചിതം. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുഫലം സൂചിപ്പിക്കുന്നത് സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റു പലർക്കും വേണ്ടിയിട്ട് പോകുന്ന കാര്യങ്ങൾ അനുകൂലവും, പക്ഷേ സ്വന്തം കാര്യവും കുടുംബകാര്യവും തഥൈവ അവിടെ കിടക്കുന്നു. ഇതിനെ ചൊല്ലി വീട്ടിനകത്തുള്ള സംഘർഷങ്ങളും പ്രശ്നങ്ങളും നമ്മളായിട്ട് തന്നെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. സ്വാർത്ഥത പല കാര്യത്തിലും ആവശ്യമാണ്, അത്യാവശ്യമാണ്. അത് സ്വന്തം കാര്യം നോക്കാൻ സ്വാർത്ഥതയെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. സംഘടനാപരമായുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ചില തിരിച്ചടികൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അങ്ങോട്ട് കൊണ്ടെത്താൻ പറ്റില്ല. രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം
ചാഞ്ചാട്ടങ്ങൾ പതിവാണെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികൾ വന്നുകൂടായികയില്ല. പ്രത്യേകിച്ച് കുംഭം, മീനം രാശിക്കാരെ സംബന്ധിച്ചോളം ഒരു കരുതൽ അത്യന്താപേക്ഷിതമാണ്. ഇവിടെ ഭഗവതിക്ക് രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലി 7 വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ചെയ്യുന്നത് ഒരു പരിധിവരെ അതിൻ്റെ നെഗറ്റീവ് കുറച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഈ വർഷത്തെ വിഷുഫലം നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിച്ചിട്ടുകൊണ്ട് വീണ്ടും നമുക്ക് നേരിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.